സുകുമാരക്കുറുപ്പ് എവിടെ എവിടെ ഇന്നലെ ഒരു മുഖ്യധാര ചാനൽ പുറത്തൊരു ചിത്രം വിട്ടിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റൽ പോയി അന്താള് you must do today one நீங்க எதுக்கு throat pain இருக்குன்னு சொல்லிட்டீங்க? பெயின் எதுக்கு இருக்கு? இப்ப இருக்கா? பட் இப்ப இருக்கா பெயின்? பெயின் அந்த பெயின் இல்ல, இந்த பெயின். சாப்பாட முடியுமா? இங்க இல்ல. இப்ப இல்ல. இங்க இல்ல. வாட் டு ஈட் நவ? நீங்க என்ன சாப்பிடுறீங்க இன்னைக்கு? என்ன வேணும் சொல்லுங்க. bread ஓகே. bread ஓகே. bread milk ஓகே. bread and milk bread ஓகே. ஓகே. இப்போ நீங்க காபி குடிச்சாச்சு தானே? தொண்டை கிளியர் பண்ணுது. எப்போ? 2023 സുകുമാരക്കുറുപ്പിന്റെ ചിത്രമാണെന്നൊക്കെയാണ് മുഖ്യധാര ചാനൽ എടുത്തു പറഞ്ഞത്. അതായത് 25 വർഷമായിട്ട് സുകുമാരക്കുറുപ്പ് ഒളിവ് ജീവിതം നയിക്കുകയാണെന്നാണ് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് യഥാർത്ഥത്തിൽ ഇന്നലെ ആ മുഖ്യധാര ചാനൽ പുറത്തുവിട്ട സുകുമാരക്കുറുപ്പിന്റെ ചിത്രമുണ്ടല്ലോ, അത് നമ്മുടെ തൃശൂർ സ്വദേശിയായ നമ്മുടെ സ്വന്തം ദാമോദര മേനോന്റെ ആണെന്ന്. എന്തൊരു വിരോധാഭാസമാണ്. അത് 25 വർഷമായിട്ട് ഒളിവ് ജീവിതം നയിക്കുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഭാര്യയെ നിരന്തരം കോണ്ടാക്ട് ചെയ്യാറുണ്ടായിരുന്നു. ഭാര്യയുടെ അസുഖങ്ങൾ അദ്ദേഹം അറിയാറുണ്ടായിരുന്നു എന്നൊക്കെയാണ് ആ മുഖ്യധാര മാധ്യമ പടച്ചു വിട്ടത്. ഇങ്ങനെ മാധ്യമത്തെ അല്ലെങ്കിൽ മാധ്യമധർമ്മത്തെ വളച്ചൊടിക്കാൻ സാധിക്കുമെന്ന് കാണിച്ചു തരികയാണ് ചെയ്തത്. ഇത് ആ മാധ്യമം മാത്രമല്ല എയറിൽ പോയത്, കേരളം ഒട്ടാകെ എയറിൽ പോയ അവസ്ഥയായിരുന്നു. കാരണം ആ സുകുമാരക്കുറുപ്പ് എന്ന് പറഞ്ഞ ഒളിവ് ജീവിതം നയിക്കുന്ന വ്യക്തി ബ്രൂണയിലാണെന്നൊക്കെയാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ് സർജറി ചെയ്തിട്ടുണ്ട്, അദ്ദേഹം അടിമുടി മാറിയിട്ടുണ്ട്. കാരണം 1991 തന്നെ അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ അസുഖം ഉണ്ടായിരുന്നു, അതുപോലെ ഇൻസുലിൻ കൂടുതലായിരുന്നു. അപ്പോൾ അദ്ദേഹം മരിച്ചിട്ടില്ല, മരിച്ചോ ഇല്ലയോ എന്ന് പോലും ഉറപ്പില്ലാത്ത ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മളുടെ ക്രൈംബ്രാഞ്ച് അന്വേഷണം അവസാനിപ്പിക്കുന്നു എന്നൊരു ഘട്ടം എത്തി കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഇന്നലെ രാത്രിയോടെ അല്ലെങ്കിൽ വൈകിട്ടോടെ നമ്മുടെ ഒരു മുഖ്യധാര മാധ്യമം ഇതിന്റെ ഒരു പിന്നെയും സുകുമാരക്കുറുപ്പ് എന്നൊരു വാദം അല്ലെങ്കിൽ വാചകം, ആ പേര് പിന്നെയും മലയടിക്കാൻ തുടങ്ങിയത്. കാരണം അവരുടെ ആ ഒരു വീക്ഷണകോണിൽ വെച്ച് നോക്കുമ്പോൾ അവരയാളുടെ പുറകെ പോയി ഇന്ന ഓരോ മൂവ്മെന്റ്സും ക്യാച്ച് ചെയ്തു എന്ന രീതിയിലായിരുന്നു അവർ സംസാരിച്ചിരുന്നത്. അത്രമാത്രം ആവേശത്തോടു കൂടിയാണ് അതിലെ അവതാരകൻ പോലും സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അതായത് മറ്റൊരു മുഖ്യധാര മാധ്യമങ്ങളെല്ലാം ഇപ്പോൾ പുറത്തുവിടുന്ന കാര്യം എന്താന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഇന്നലെ ആ കാണിച്ച സുകുമാരക്കുറുപ്പിന്റെ ചിത്രം യഥാർത്ഥത്തിൽ സുകുമാരക്കുറുപ്പ് അല്ല കേട്ടോ, അത് നമ്മുടെ ദാമോദര മേനോനാണ്. എന്താണ് ഇതിന് വ്യക്തമായ തെളിവെന്ന് വെച്ചാൽ അതേ ദാമോദര മേനോൻ കുറച്ചു ദിവസങ്ങൾക്ക് മുന്നേ ഒരു വീഡിയോ കോൾ ചെയ്ത അല്ലെങ്കിൽ ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇപ്പോൾ നമുക്കും ലഭ്യമാണ്. കാരണം സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ ആ വീഡിയോ ഇപ്പോൾ ഉണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. കണ്ടല്ലോ, ഇതാണ് സുകുമാരക്കുറുപ്പ് എന്ന് പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച. അതായത് അദ്ദേഹം 1991 അദ്ദേഹത്തിന്റെ ഫേസും അതായത് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ഫേസും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചിത്രമാണ് കാണിച്ചത്. 2023 ചിത്രമാണ് കാണിച്ചിരുന്നത്. അയാളുടെ കണ്ണിന് സമാനമാണ്, അയാളുടെ മൂക്ക് സമാനമാണ്, ബാക്കിയുള്ളതെല്ലാം ഫിഗേഴ്സ് എല്ലാം ഇപ്പോഴുള്ള വ്യക്തിയായിട്ട് സമാനമാണ്. അതുകൊണ്ട് ഇത് സുകുമാരക്കുറുപ്പാണ് എന്ന് അച്ചടിച്ച് ഉറപ്പിച്ച് പറയുകയാണ് ചെയ്തത്. ഇനി നമുക്ക് എന്താണ് സുകുമാരക്കുറുപ്പ് ഇവിടുന്ന് മുങ്ങാനുള്ള കാര്യം കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം. കേരളത്തിൽ ചെങ്ങന്നൂരിന് അടുത്തുള്ള ചെറിയനാട് എന്ന സ്ഥലത്താണ് സുകുമാരക്കുറുപ്പ് ജനിച്ചത്. തന്റെ ഭാര്യയോടൊപ്പം ജോലി സ്ഥലത്ത് അബുദാബിയിലായിരുന്നു അദ്ദേഹം. അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് പണക്കാരനാകണം എന്നൊരു മോഹം ഉദിച്ചത്. കാരണം അദ്ദേഹത്തിന് പണിയെടുക്കാനൊന്നും കഴിയത്തില്ല, അദ്ദേഹത്തിന് പെട്ടെന്ന് പണക്കാരനാകണം എന്നൊരു ചിന്ത അദ്ദേഹത്തിന് മനസ്സിൽ ഉദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ഒരു ഇൻഷുറൻസ് എടുത്തു. 3,01,616 ദിർഹത്തിനുള്ള ഇൻഷുറൻസ്, അത് ഇന്ത്യൻ മണി ഏകദേശം 30 ലക്ഷം രൂപയുടെ അടുത്തുണ്ടാവും, ഒരു ഇൻഷുറൻസ് എടുത്തു. തുടർന്ന് താൻ ഒരു കാർ അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്ന് ബന്ധപ്പെട്ടവരെല്ലാം വരുത്തി തീർക്കാനായിട്ട് ബോധ്യപ്പെടുത്താനായിട്ടായിരുന്നു അയാളുടെ പ്ലാൻ. അയാൾ പ്ലാൻ ചെയ്തത് അദ്ദേഹത്തിന്റെ അളിയനും അനിയനും അതുപോലെ വീട്ടുകാരൊക്കെ കുറച്ചുപേര് കൂടിയിട്ടാണ് ഈ പ്ലാൻ ചെയ്തത്. പ്ലാൻ ഏകദേശം റെഡിയായി കഴിഞ്ഞ് 1984 ജനുവരിയിലെ ആദ്യ ആഴ്ചയിൽ സുകുമാരക്കുറുപ്പും 1-ാം പ്രതി പ്യൂണിനൊപ്പം തിരുവനന്തപുരത്തെത്തി. ഗൂഢാലോചനക്കാർ ചേർന്ന്, അതായത് സുകുമാരക്കുറുപ്പും 1ഉം 2ഉം പ്രതികൾ പ്യൂൺ ചെറിയനാടിന്റെ സ്മൃതി ഭവന്റെ സുകുമാരക്കുറുപ്പിന്റെ ഭാര്യ വീട്ടിൽ ഒത്തുചേരുകയാണ് ചെയ്തത്. അപ്പൊ ഭാര്യ വീടാണ് ഈ ഒരു നിഗൂഢമായിട്ടുള്ള ഈ ഒരു
ഭാര്യ വീടാണ് ഇവരുടെ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത്. അവിടെ വെച്ചിട്ടാണ് ഈ പ്രതികളെല്ലാം സംഘടിച്ചതും പ്ലാൻ ചെയ്തതും. അതിന് പകരം അതായത് സുകുമാരക്കുറുപ്പ് കൊല്ലപ്പെട്ടു എന്ന് നാട്ടുകാർക്ക് തോന്നിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബോഡി കണ്ടെത്താൻ, അതായത് സുകുമാരക്കുറുപ്പിനോട് സാമ്യമുള്ള, അതായത് ഒത്ത പൊക്കവും ഒത്ത വർണ്ണവും ഒറ്റയടിക്ക് കണ്ടുകഴിഞ്ഞ സുകുമാരക്കുറുപ്പാണ്, ശരീരപ്രകൃതി പോലും സാമ്യമുള്ള ഒരാളെ തെരഞ്ഞു നടക്കുകയായിരുന്നു വരെ. അങ്ങനെയാണ് പാവം ചാക്കോ ഇവരുടെ മുന്നിലെത്തിയത്. കാരണം വീട്ടിലേക്ക് പോകാനായിട്ട് ഓച്ചിറ ഭാഗത്ത് വീട്ടിലേക്ക് പോകാനായിട്ട് അദ്ദേഹം വന്ന ഒരു വണ്ടിക്ക് ലിഫ്റ്റ് കാണിച്ചതായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അറിയില്ല ഇത് കാലന്മാരുടെ മുന്നിലാണ് ചെന്ന് പെട്ടേന്നുള്ള കാര്യം. സുകുമാരക്കുറുപ്പ് നോക്കുമ്പോൾ അതായത് ഈ ചാക്കോ എന്ന് പറഞ്ഞ ഒരു വ്യക്തി കറക്റ്റ് സുകുമാരക്കുറുപ്പിന് അതേ ഫിഗർ ആണ്. അതായത് പൊക്കമുണ്ട്, തടിയുണ്ട്, തന്നെ ഒറ്റനോടത്ത് കണ്ട തന്നെ പോലെ തന്നെ തോന്നിക്കും. അപ്പോൾ തന്റെ ഇര ഇതാണെന്ന് മനസ്സിൽ ഉറപ്പിച്ച സുകുമാരക്കുറുപ്പ് എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, ഇവർ 2 വണ്ടിയിലാണ് ആദ്യമേ വന്നത്. മറ്റൊരു വണ്ടി സുകുമാരക്കുറുപ്പ് എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ അതിലേക്ക് കയറ്റി, അത് കഴിഞ്ഞപ്പോൾ കാറിൽ കയറ്റി ഈഥർ എന്ന് പറഞ്ഞ ഒരു ദ്രാവകം, അതായത് ആ ഒരു പദാർത്ഥം കള്ള്, അതായത് ബ്രാൻഡിയിൽ മിക്സ് ആക്കി ചാക്കോയ്ക്ക് കൊടുത്തു. ആദ്യം ചാക്കോ അത് കുടിക്കാൻ വിസമ്മതിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കുടിച്ച് ചാക്കോ അഡിക്റ്റ് ആയി, അല്ലെങ്കിൽ ചാക്കോയുടെ ബോധം മറയുകയാണെന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ പുറകിലിരുന്ന് ചാക്കോയുടെ കഴുത്തില് തുണി മുറുക്കി കൊല്ലുകയായിരുന്നു ചെയ്ത്. കഴുത്തൊടിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ചാക്കോ അബോധാവസ്ഥയിലായി ചാക്കോനെ കൊന്നു. ചാക്കോ മരിച്ചു എന്ന് ഉറപ്പായപ്പോഴാണ് ഇവരെന്താ ചെയ്തത്, തൊട്ടപ്പുറത്തുള്ള ഒരു നെൽവയലിലേക്ക് ആ ഒരു കാറില് ചാക്കോനെ ഫ്രണ്ട് സീറ്റിലിരുത്തി അതങ്ങ് കാറ് തള്ളിയിട്ട്, അതായത് കാറിന് ചുറ്റും പെട്രോൾ ഒഴിച്ച് കാറ് കത്തിച്ചു. ഒറ്റയടിക്ക് നോക്കിക്കഴിഞ്ഞാൽ ആക്സിഡന്റ് ആയെന്ന് തോന്നിക്കത്തക്ക വിധം വലിയൊരു പ്ലാനിങ് ആയിരുന്നു അവിടെ നടന്നത്. പക്ഷെ അബദ്ധവശാൽ ഒരു ഗ്ലൗസോ എന്തോ, അത് ദൈവത്തിന്റെ അദൃശ്യ കരങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു കൊലപാതകം ചെയ്ത ഒരു ലൂപ്പ് പോയിന്റ് അവിടെ ഉണ്ടാവുമല്ലോ, ആ ഒരു ലൂപ്പ് പോയിന്റ് ഒരു ഗ്ലൗസ് അവിടെ കിടക്കുകയും അപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലായത്, 1-2 പേർക്ക് മനസ്സിലായത് കൊലപാതകമാണ്. മാത്രവുമല്ല 2 ദിവസം കഴിഞ്ഞാൽ ഇപ്പൊ സുകുമാരക്കുറുപ്പിനെ യഥാർത്ഥ ശരിക്കുള്ള സുകുമാരക്കുറുപ്പിനെ അവിടെ കണ്ടവരുണ്ട് എന്ന് പറഞ്ഞതോടുകൂടി അന്വേഷണം ഒന്നുകൂടി ഊർജിതമാക്കി. 1-2 പ്രതികൾ വന്നു. അതായത് അതിലൊരു പ്രതി മാപ്പുസാക്ഷിയൊക്കെ ആവുകയും ചെയ്തു. അവര് ജീവപര്യന്തം തടവിൽ ശിക്ഷയൊക്കെ വെച്ചു. പക്ഷെ എന്താ സംഭവിച്ചാൽ ഈ ചാക്കോയുടെ ഭാര്യ ആ സമയത്ത് ഗർഭിണിയായിരുന്നു. ചാക്കോയുടെ ഭാര്യയ്ക്ക് ഗവൺമെന്റ് ജോലി കൊടുക്കുകയാണ് ചെയ്തത്. 1991 മുതലാണ് സുകുമാരക്കുറുപ്പ് പിന്നെ ഒളിവ് ജീവിതം നയിച്ചത്. ഒളിവ് ജീവിതം നയിച്ചതൊക്കെ ബഹുകേമമാണ്. അതായത് ഇവിടെ നിന്ന് പോകാനായിട്ട് പല അദൃശ്യ കരങ്ങളുടെ സഹായം അദ്ദേഹത്തിന് കിട്ടിയെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, അതിനോടനുബന്ധിച്ച് ഒരുപാട് സിനിമകളും ഇറങ്ങിയതാണ്. 2 സിനിമകൾ നിലവിൽ ഇറങ്ങിയതാണ്. അപ്പോൾ ഈ ഒരു ഇത്രയും ആളുകളെ അന്വേഷിക്കുന്ന, അതായത് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം എങ്ങനെയാണ് ഇവിടുന്ന് പുറമേലേക്ക് പോകുന്നത്, ഇദ്ദേഹം എങ്ങനെയാണ് ഒളിവ് ജീവിതം നയിക്കുന്നത്, ഇതൊക്കെ വലിയൊരു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പരസ്പര പൂരകമായിട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ചിലപ്പോൾ പങ്കുണ്ടാകാം, ഇല്ലാതിരിക്കാം. അതൊക്കെ ഇപ്പോൾ അവ്യക്തമായിട്ട് ഇതിന്റെ ഇടയ്ക്കാണ് സുകുമാരക്കുറുപ്പ് മരിച്ചോ ഇല്ലോ എന്ന് പോലും സംശയത്തിന്റെ മുൾമുനയിൽ എത്തി നിൽക്കുമ്പോൾ അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് ഈ കേസ് എന്നേക്കുമായി അടയ്ക്കാം അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പ്രമുഖ മുഖ്യധാര ചാനൽ സുകുമാരക്കുറുപ്പിനോട് സമാനമായിട്ടുള്ള മറ്റൊരു ഫേസ് കട്ടുള്ള ഒരാളുണ്ട്. 2023 അദ്ദേഹത്തിന്റെ ചിത്രം പുറത്തുവിട്ട് ഓരോരോ മൂവ്മെന്റ്സ് പോലും ഇതൊരു മാച്ച് ആണെന്നൊക്കെ പറയുകയും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. ആ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല സുകുമാരക്കുറുപ്പ് അവിടെ ഉണ്ടെങ്കിൽ നമ്മളത് കണ്ടെത്തും എന്ന് പറഞ്ഞ് അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. പക്ഷെ ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഇന്നലെ കണ്ട സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച ആ മുഖ്യധാര ചാനൽ ഇപ്പോൾ മാപ്പ് പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം എന്താണെന്ന് അറിയോ? കാരണം നമ്മളെല്ലാവരും സുകുമാരക്കുറുപ്പാണ് തെറ്റിദ്ധരിപ്പിച്ച ആ ഒരു വ്യക്തിയുടെ ഫോട്ടോ യഥാർത്ഥത്തിൽ ദാമോദര മേനോന്റെയാണ്. അദ്ദേഹം ഭയങ്കര അവശനായിട്ടുള്ള ഒരു വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിക്കുന്നത്. എന്താണെങ്കിലും അദ്ദേഹം ഇപ്പോൾ ആ ഒരു പ്രവാസ ജീവിതം അവസാനിച്ച് നാട്ടിലേക്ക് വരാനിരിക്കുകയാണ്. എന്ത് തന്നെയാണെങ്കിലും ആളുകളെ ഇതേപോലെ മിസ്ലീഡ് ചെയ്യിപ്പിക്കുന്ന ഒരു മാധ്യമം അതെന്ത് തന്നെയാണെങ്കിലും ഒരു യഥാർത്ഥ മാധ്യമധർമ്മമല്ല. വാർത്തകൾ നമുക്ക് കൊടുക്കാം, പക്ഷേ വാർത്തകൾ നമ്മൾ കൊടുക്കുമ്പോൾ അതിൽ എത്രത്തോളം സത്യസന്ധമാണെന്നുള്ള കാര്യം നമ്മൾ പരിശോധിച്ച് മാത്രം കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സുകുമാരക്കുറുപ്പാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ മുന്നിലേക്ക് കാണിച്ച ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഭാര്യനെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്, ഭാര്യയുടെ സുഖവിവരം അന്വേഷിക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇത്രയും തള്ളി സംസാരിക്കുമ്പോൾ ഇന്നിതാ പുറത്തു വരികയാണ് അത് ദാമോദര മേനോനാണ്, മറ്റൊരാളാണെന്ന് മനസ്സിലാകുമ്പോൾ അപ്പോൾ ഇവർ എവിടെ നിന്നാണ് ഇതിന്റെ ഒരു ഘടകം അല്ലെങ്കിൽ ഒരു സ്രോതസ് ഇവർക്ക് കിട്ടിയതെല്ലാം പഠിച്ചുവിടുന്ന ഇത്തരം മുഖ്യധാര മാധ്യമങ്ങൾ നമ്മൾ കണ്ട് തിരിച്ചറിയേണ്ടത്. കാരണം ഇതുപോലെയാണ് ഇവരുടെ ഓരോ വാർത്തകളും പഠിച്ചുവിടുന്നത് എന്നുള്ള ഒരു സംശയം ആളുകളിലേക്ക് ഉയരുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ കേട്ട വാർത്തകളെല്ലാം ഒരു മാധ്യമം മാത്രം കേട്ട് ഇതാണ് യഥാർത്ഥ വാർത്ത എന്ന് നിങ്ങൾ സ്ഥിരീകരിക്കരുത്. 1-ലധികം മാധ്യമങ്ങൾ നിങ്ങൾ വീക്ഷിച്ച് അല്ലെങ്കിൽ അതാണോ ശരിയെന്ന് നിങ്ങൾ സ്വയമായിട്ട് ഒരു ക്രിട്ടിസൈസ് ചെയ്ത് നിങ്ങൾക്ക്
ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത് ഷെയർ ചെയ്യാൻ നോക്കുക. കാരണം ഇതേപോലുള്ള മിസ്ലീഡിങ് ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ നമ്മുടെ ഇനിയുള്ള യുഗത്തിൽ വളരെ കൂടുതലാണ്.